പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. പേർഷ്യൻ സായുധസേന മുസ്ലിം സൈന്യത്തെ ക്രൂരമായി കൊന്നൊടുക്കുന്നുണ്ടെന്നും ഒരൊറ്റ സംഘട്ടനത്തിൽ തന്നെ 4000-ഓളം മുസ്ലിങ്ങളെ അവർ വകവരുത്തിയെന്നും ഇറാഖുകാർ കരാർ ലംഘിച്ച് കൂറുമാറി എന്നുമുള്ള റിപ്പോർട്ടുകൾ ഖലീഫ ഉമറിനെ വളരെയധികം അസ്വസ്ഥനാക്കി. ഈ പ്രതിസന്ധിയിൽ മുസ്ലിം സൈന്യത്തെ തന്നെത്താൻ നയിച്ച് പേർഷ്യക്കാർക്കെതിരെ ഒരു നിർണായക യുദ്ധം നടത്താൻ അദ്ദേഹം നിശ്ചയിച്ചു. മദീനയിൽ തൻ്റെ പകരക്കാരനായി അലി ബിൻ അബി ത്വാലിബിനെ നിശ്ചയിച്ച് ഏതാനും അനുയായികളുടെ കൂടെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹം മദീന വിടുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചർച്ച ഉടലെടുത്തു. സൈന്യത്തെ നയിക്കാൻ മറ്റൊരാളെ വിട്ട് ഉമർ പിന്തിരിയണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫായിരുന്നു ഈ വാദഗതിയുടെ പിന്നിൽ. ഇസ്ലാം ഒരു പ്രത്യേക പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഖലീഫയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് വിവേകമല്ലെന്നായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ വാദം. പ്രശ്നം ചർച്ച ചെയ്യാൻ ഖലീഫ മുസ്ലിങ്ങളുടെ യോഗം വിളിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്നെയാണ് ആളെ നിശ്ചയിച്ചത്. ശൂരനായ സിംഹം സഅദ് ബിൻ മാലിക് അസ്സുഹരി. എല്ലാവരും ഇതിനോട് യോജിച്ചു. തുടർന്ന് ഖലീഫ അദ്ദേഹത്തെ വിളിപ്പിച്ച് ഇറാഖിലെ ഗവർണറും സൈന്യാധിപനുമായി നിയമിച്ചു. സഅദ് ബിൻ അബി വഖാസ് തൻ്റെ അമ്മാവനാണെന്ന് അഭിമാനപൂർവ്വം പ്രവാചകൻ പറയാറുണ്ടായിരുന്നു. തൻ്റെ 17ാമത്തെ വയസ്സിലാണ് സഅദ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പ്രവാചകന് ശേഷം ഇസ്ലാം സ്വീകരിക്കുന്ന 3ാമത്തെയോ 4ാമത്തെയോ വ്യക്തിയായിരുന്നു അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേരണയാലാണ് സഅദ് ഇസ്ലാം മതം സ്വീകരിച്ചത്. സഅദ് ബിൻ അബി വഖാസിൻ്റെ പ്രത്യേകതകൾ ഏറെയാണെങ്കിലും മറ്റാർക്കുമില്ലാത്ത 2 പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ പേരിൽ ആദ്യമായി അമ്പെയ്തതും അമ്പിനിരയായതും അദ്ദേഹമായിരുന്നു. 2. പ്രവാചകൻ തൻ്റെ മാതാപിതാക്കളെ പൊരുതി തരാമെന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനോട് മാത്രമായിരുന്നു. ഈ പ്രത്യേകതകളുടെ പേരിൽ സഅദ് അഭിമാനിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്ത അറബി താനാണെന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം അനുസ്മരിക്കാറുണ്ടായിരുന്നു. അറബികളുടെയും മുസ്ലിങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും ധീരനായ പോരാളിയായിരുന്നു സഅദ്. 2 ആയുധങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1 കുന്തവും 2 പ്രാർത്ഥനയും. അദ്ദേഹം ശത്രുവിനെ എറിഞ്ഞാൽ കുറുക്കുകൊള്ളും. അള്ളാഹുവിനോട് എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് അപ്പടി ഫലിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു ഇതിന് കാരണം. ന്യായമായ മാർഗത്തിലൂടെ സഅദ് പണം സമ്പാദിച്ചു. സംശയത്തിൻ്റെ ലാഞ്ചനയുള്ള ഒരു ദിർഹം പോലും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കാൻ സഅദിന് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ സ്വർഗാവകാശികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതുപോലെ നമ്മളെയും അള്ളാഹു സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.